ഈ ലോകത്തിൽ ഞാൻ നല്ലവണ്ണം ഓടി എന്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി. പ്രിയനാഥൻ എനിക്ക് നിത്യസമ്മാനം കരുതി വെച്ചിട്ടുണ്ട്. അത് എത്തിപ്പിടിക്കുവാൻ ഞാൻ വെമ്പൽ കൊള്ളുകയാണ്. അത് ഞാൻ എത്തിപ്പിടിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയമക്കളെ, നിങ്ങൾ കരയേണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട. നിങ്ങളുടെ കൂടെ എന്നും ഞാൻ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥം തേടി ഞാൻ ഉണ്ടാവും. മക്കളെ, നിങ്ങൾ കരയരുതേ. മരണം വലിയ വേദനയാണ്. പ്രിയപ്പെട്ടവർ വേർപിരിയുമ്പോൾ നമുക്ക് വലിയ ദുഃഖമുണ്ടാക്കുന്നു. 89 വർഷക്കാലം ഈ ഭൂമിയിൽ ഇവിടെയുള്ള മണ്ണിനോടും കല്ലിനോടും ഇവിടെയുള്ള സൗകര്യപരമായ സുഖപ്രദമായ രീതിക്ക് അതീതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പൊരുതി നേടി നമുക്ക് വേണ്ടി അധ്വാനിച്ച് അമ്മ ചെയ്ത നിത്യസമ്മാനം നേടുവാൻ ഈ ലോകത്തു നിന്ന് പിതാവിന്റെ സന്നിധിയിലേക്ക് യാത്രയാകുന്നു. അമ്മച്ചിയുടെ വിയോഗം ഞങ്ങൾക്ക് വേദനയാണ്. എന്നാൽ വചനം പറയുകയാണ്, നിങ്ങൾ ദുഃഖിക്കേണ്ട. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിലെന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. സ്നേഹം തന്നോരൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹാ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. സൗമ്യനായ ഒരു സുഹൃത്ത്, സ്നേഹനിധിയായ ഒരു സഹോദരൻ. 1980 ഡിസംബർ മാസം 2-ാം തീയതി കുന്നേക്കാട്ട്
പരേതനായ ജോസഫിൻ്റെയും മറിയക്കുട്ടിയുടെയും മൂത്ത മകനായി പാലാരൂപതയിൽപ്പെട്ട അടുക്കം ഇടവകയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന് 3 സഹോദരങ്ങൾ: ജസ്റ്റിൻ, അമ്പിളി, അനു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കർത്താവിന്റെ തോട്ടത്തിലെ ഒരു പുരോഹിതനായി തന്റെ ശുശ്രൂഷ നിർവഹിക്കുവാനായി 1996 ജൂൺ മാസം 1-ാം തീയതി പാലാ വിൻസെൻഷൻ സെമിനാരിയിലേക്ക് ജെറീഷ് കടന്നു വന്നു. പാലായിൽ തന്റെ പ്രാഥമിക രൂപീകരണ കാലഘട്ടം പൂർത്തിയാക്കിയ അച്ഛൻ മൈലാടി വിൻസെൻഷൻ നോവിഷ്യേറ്റ് ഭവനത്തിൽ ബഹുമാനപ്പെട്ട ജോർജ് വടക്കേക്കര അച്ഛന്റെ കീഴിൽ നവസന്യാസ കാലഘട്ടം പൂർത്തിയാക്കി. 2000 മെയ് 21-ന് തന്റെ വ്രതവാഗ്ദാനവും നടത്തി. തുടർന്ന് ബാംഗ്ലൂർ ദീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തത്വശാസ്ത്ര പഠനവും ആലുവ പൊന്റിഫിക്കൽ സെമിനാരിയിൽ ദൈവശാസ്ത്ര പഠനവും പൂർത്തിയാക്കി. സാന്തോ മൈനസ് സെമിനാരി കുന്നൂർപ്പള്ളിയിലാണ് തന്റെ പ്രായോഗിക പരിശീലനം അഥവാ ഏജൻസി അദ്ദേഹം പൂർത്തിയാക്കിയത്. സെമിനാരി പഠനം അതിപ്രശസ്തമായ രീതിയിൽ പൂർത്തിയാക്കിയ ജെറീഷ് തൊടുപുഴ ഡീപോൾ വിൻസെൻഷൻ ഹൗസിൽ വെച്ച് 2007 ഡിസംബർ മാസം 26-ാം തീയതി അഭിവേദ്യ കർദിനാൾ തിരുമേനി മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി പൗരോഹിത്യം സ്വീകരിച്ചു. അതിനുശേഷം വിൻസെൻഷൻ സഭയുടെ സെന്റ് ജോസഫ് പ്രൊവിൻസിന്റെ വൊക്കേഷൻ പ്രൊമോട്ടറായി ആദ്യം സെന്റ് ജോസഫ് പ്രൊവിൻഷ്യൽ ഹൗസിലും തുടർന്ന് പാലാ വിൻസെൻഷൻ മൈനസ് സെമിനാരിയിലും അദ്ദേഹം ശുശ്രൂഷ നടത്തി. തുടർന്ന് 2010-ൽ മൈലാടിയിലുള്ള വിൻസെൻഷൻ മൈനസ് സെമിനാരി വൈസ് റെക്ടർ, പ്രൊക്യുറേറ്റർ എന്നീ തസ്തികകളിലേക്ക് അദ്ദേഹം നിയമിതനായി. അതേ വർഷം തന്നെ അവിടെയുള്ള സെന്റ് ജോൺസ് ITAയുടെ ഡയറക്ടറായും അദ്ദേഹം ചാർജ് എടുത്തു. 2013-ൽ മൈലാടിയിൽ നിന്ന് ഈ അടിച്ചറയിലേക്ക് അദ്ദേഹം കടന്നു വന്നു. പോപ്പുലർ മിഷന്റെ അസിസ്റ്റന്റ് ഡയറക്ടറും യൂത്ത് മിനിസ്ട്രിയുടെ ഡയറക്ടറുമായിട്ടാണ് അദ്ദേഹം ഇവിടേക്ക് കടന്നു വന്നത്. തുടർന്ന് 2015-ൽ പരിത്രാണ ധ്യാനകേന്ദ്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി അദ്ദേഹം നിയമിതനായി. തന്റെ ജോലിയിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെ ഊർജ്ജസ്വലനായി നിലനിൽക്കുന്ന സമയത്താണ് സഹനബലിയുമായി അർബുദ രോഗത്തിന്റെ കോശങ്ങൾ ആ പുണ്യാത്മാവിനെ തേടിയെത്തിയത്. മംഗലാപുരം യൂണിറ്റി ഹോസ്പിറ്റലിലും SH മെഡിക്കൽ സെന്ററിലുമാണ് അദ്ദേഹത്തിന്റെ രോഗശുശ്രൂഷകൾ നടത്തപ്പെട്ടത്. വേദനയുടെ പാരമ്പര്യത്തിലും ചുണ്ടിൽ പുഞ്ചിരിയുമായി തന്റെ കിടക്കയിൽ ശാന്തമായി കിടന്നതും നിരീക്ഷിച്ചു. 2016 ജൂലൈ 9-ാം തീയതി വൈകുന്നേരം രാത്രി 9:30-ന് തന്റെ നിത്യസമ്മാനം സ്വീകരിക്കുവാനായി ഈശോയുടെ സന്നിധിയിലേക്ക് പറന്നറിഞ്ഞു. ഇനി നമ്മുടെയൊപ്പം നിരീക്ഷിച്ചില്ല, പക്ഷേ അച്ഛൻ നമ്മുടെ ഓർമ്മകളിൽ എന്നും ഒളിമങ്ങാതെ അവശേഷിക്കുന്നു. അദ്ദേഹം നമ്മുടെ ഹൃദയത്തിൽ ഇനി ജീവിക്കുന്നു. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി.